ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ബൈ റേഹു. ഇപ്പോൾ ഇറങ്ങിക്കോണം ഈ നശിച്ചകളെയും വിളിച്ചുകൊണ്ട്. അമ്മേ, ആ അമ്മ തന്നെയാ പറയുന്നത്. ഇവളെയും കെട്ടി ഈ വീട്ടിൽ കഴിയാമെന്ന് എന്റെ മോൻ ആലോചിക്കുക പോലും വേണ്ട. അമ്മ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയല്ലേ ഈ വീടിന് ഇപ്പോൾ ഈ കാണുന്ന പോലെ ആക്കിയത്. എന്നിട്ടിപ്പോൾ എന്നെ ഇറക്കി വിടുന്നോ? ഈ മൂദേവിയെ കെട്ടിയപ്പോൾ തന്നെ നീ കണക്കിൽ പറയാനും തുടങ്ങിയല്ലേ? എന്നാ എന്റെ പൊന്നുമോൻ കേട്ടോ, ഈ വീടിപ്പോൾ നിന്റെ അനിയന്റെ പേരിലാണ്. അനിതയെ കെട്ടിക്കാൻ കുറച്ച് കാശ് അവന്റെ ഭാര്യ വീട്ടിൽ നിന്നും കൊടുത്തിരുന്നു. അതിനവർ പറഞ്ഞത് അവന്റെയും ഭാര്യയുടെയും പേരിൽ വീട് എഴുതി വെക്കണമെന്നാ. നീ വന്നിട്ട് അതേക്കുറിച്ച് നിന്നോട് പറയാമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നിനക്ക് വേണേൽ വീട്ടിലേക്ക് കയറാം, നിനക്ക് മാത്രം. അമ്മ തീർത്തു പറഞ്ഞു. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിൽ എനിക്കിപ്പോൾ സ്ഥാനമില്ലേ? നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, പക്ഷെ വരുമ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കണമെന്ന് മാത്രം. അല്ലേ നീ പുതിയൊരു വീട് പണി, അതിനുള്ളതൊക്കെ നിന്റെ കയ്യിൽ കാണുമല്ലോ. ഇല്ലേൽ 3-4 വർഷം കൂടെ ഗൾഫിൽ പോയി ജോലി ചെയ്യണമെന്നല്ലേ ഉള്ളൂ. അമ്മ യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞു. അത് കേട്ട് മറുത്തൊന്നും പറയാതെ അനിയനും അവന്റെ ഭാര്യയും അമ്മയുടെ പുറകിൽ തന്നെ നിൽപ്പുണ്ട്, തന്റെ മറുപടിക്കായി വേണ്ടി. അത് പറ്റില്ലമ്മേ, ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യയാണ് എന്റെ ഒപ്പം ഉള്ളത്. ഞാൻ ഉള്ളിടത്ത് തന്നെ എന്റെ ഭാര്യയും കാണും. എങ്കിൽ ആ ഭാര്യയെ വിളിച്ചുകൊണ്ട് എവിടേക്കാന്ന് വെച്ചാൽ നീ പൊക്കോ. ഇവിടെ ഇവൾക്ക് സ്ഥാനമില്ല. അതുമല്ല, എന്റെ മോനെ അവന്റെ ഭാര്യ വീട്ടുകാർക്ക് മുന്നിൽ വെച്ച് അപമാനിച്ച് നിന്നെ എനിക്ക് കണ്ടുകൂടാ. പിന്നെ മകനല്ലേ എന്ന് ഓർത്താ ഞാൻ. അമ്മ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. നിനക്കൊന്നും പറയാനില്ലേടാ? അമ്മ പറഞ്ഞത് ഇത്രയും കേട്ടുകൊണ്ട് നിന്ന അനിയനോടായി ഗിരി ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകും, അതുകൊണ്ടാ മിണ്ടാതിരിക്കുന്നത്. ഇനി ഞാൻ അങ്ങനെ ശ്രേയയുടെ വീട്ടുകാരുടെ മുഖത്ത് നോക്കും? അവിടെ അച്ഛന്റെ പെങ്ങളുടെ മകളെ ഏട്ടന് വേണ്ടി ആലോചിച്ചു വെച്ചതല്ലായിരുന്നോ? അതും നല്ല തുക സ്ത്രീധനം പറഞ്ഞു വെച്ചതാ. എന്നിട്ടും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഇവളെയും കെട്ടി വന്ന ഠപ്പേ. അനി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഗിരിയുടെ കൈ അനിയുടെ കവിളിനെ നന്നായി ഒന്ന് തലോടിയിരുന്നു. ഇവളല്ല, ഏട്ടത്തി. ഏട്ടന്റെ ഭാര്യ അമ്മയ്ക്ക് തുല്യമാണ്. പിന്നെ നീ എന്താ പറഞ്ഞു വന്നല്ലോ? എന്താ അത്? ആ, ഒരു ഗതിയും ഇല്ലാത്തവൾ അല്ലേ? എടാ, ഒരു പെണ്ണായിട്ടും സ്വന്തമായി അധ്വാനിച്ച് കുടുംബം നോക്കുന്ന പെണ്ണാണിവൾ. പക്ഷെ ഒരാണായ നീയോ? സ്വന്തമായിട്ടുണ്ടാക്കിയ എന്തെങ്കിലും ഒന്നുണ്ടോ ഈ വീട്ടിൽ നിന്റേതായി? പോട്ടെ, നീ ഇപ്പോൾ നിന്റെ ഉള്ളിൽ ഇട്ടേക്കുന്ന അടിവസ്ത്രം പോലും ഞാൻ വാങ്ങി തന്നത് തന്നെയല്ലേ? വീട് പണിക്ക് വേണ്ടി ഞാൻ അയച്ചു തരുന്ന കാശെടുത്ത് കാമുകിയുമായി ചുറ്റിക്കറക്കലല്ലായിരുന്നോ മോന്റെ പണി? എന്നിട്ട് അവസാനം നാട്ടുകാർ പിടികൂടി അങ്ങ് കെട്ടിച്ചു. ആ, നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ഇവളെ കുറിച്ച് പറയാൻ? ഗിരി പറഞ്ഞു നിർത്തിയതും അനിയുടെയും ശ്രേയയുടെയും മുഖം വിളറി വെളുത്തു. എടാ, എന്റെ മോൻ അങ്ങനെ ചെയ്തെങ്കിലും നല്ല കാശുള്ള വീട്ടിൽ നിന്ന് തന്നെയാണ് പെണ്ണ് കിട്ടിയത്. അല്ലാതെ കഞ്ഞി പോലും കുടിക്കാൻ വകയില്ലാത്ത ഒരിടത്തു നിന്നാണില്ലല്ലോ. ദേ അമ്മേ. ഏട്ടാ വേണ്ട, എന്നെ ചൊല്ലി ഇവിടെ ഒരു പ്രശ്നം ഇനി വേണ്ട. ഇത്രയൊന്നും ഇല്ലേലും നല്ലൊരു വീട് എനിക്കുമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അഞ്ജലി അത് പറഞ്ഞതും ഗിരി എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം അഞ്ജലിയുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോയി. അവിടേക്കുള്ള യാത്രയിൽ അവന്റെ മനസ്സിലൂടെ പഴയ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വന്നു. ഒരു മതിലിന് അപ്പുറവും ഇപ്പുറവുമുള്ള 2 വീടുകൾ, അവിടെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന 2 കുടുംബങ്ങൾ. ഒന്ന് താനും അനിയനും അനിയത്തിയും അച്ഛനും അമ്മയും, പിന്നെ അഞ്ജലിയും അവളുടെ ചേച്ചിയും അച്ഛനും അമ്മയും. 2 അച്ഛന്മാരും ടൗണിലെ റോഡിൽ തൊഴിലാളികളായിരുന്നു. ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരായിരുന്നു ഞാനും അനിയത്തിയും അഞ്ജലിയും അവളുടെ ചേച്ചിയും എല്ലാം. അനിയത്തിയും അഞ്ജലിയും ഒരേ ക്ലാസ്സിലായിരുന്നു. ഓർമ്മ വെച്ച നാൾ തൊട്ട് കേൾക്കുന്നതാണ് ഗിരി അഞ്ജലിക്കുള്ളതാണെന്ന്. അതുകൊണ്ട് തന്നെ വളർന്നപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടവും വളർന്നു. ഡിഗ്രി 2-ാം വർഷം പഠിക്കുമ്പോഴാണ് ഒരു അപകടത്തിൽ തന്റെ അച്ഛൻ മരിക്കുന്നത്. അതുവരെ തോണി തുഴഞ്ഞുകൊണ്ടിരുന്നയാൾ പെട്ടെന്ന് ഇല്ലാതായപ്പോഴുള്ള അവസ്ഥയായിരുന്നു അന്ന് തനിക്കും. കുടുംബം പതിയെ പട്ടിണിയിലേക്ക് മാറി. അതോടൊപ്പം അച്ഛൻ വാങ്ങിക്കൂട്ടിയ കടങ്ങളും ബാങ്കിൽ നിന്നുള്ള ജപ്തി നോട്ടീസ് കൂടിയായപ്പോൾ പഠനം പാതി വഴിയിൽ നിന്നു. കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിന്റെ ഏട്ടൻ വഴി ഗൾഫിലേക്ക് ഒരു വിസ സംഘടിപ്പിച്ചെങ്കിലും ടിക്കറ്റിനും മറ്റുമുള്ള പൈസ കിട്ടാൻ അന്നും കുറെ ബുദ്ധിമുട്ടി. അപ്പോൾ ഒന്നും ചിന്തിക്കാതെ കാതിൽ കിടന്ന കമ്മലൂരി തന്നവളാണ് തന്റെ അഞ്ജലി. ഒരു പൈങ്കിളി പ്രേമം ഇന്ന് വരെ അവളിൽ നിന്നും ഉണ്ടായില്ലെങ്കിലും എന്റെ മനസ്സറിയുന്നവൾ, എന്റെ പെണ്ണ്. അന്ന് അവൾ തന്ന ആ കമ്മൽ വിട്ട് ഗൾഫിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്രയും വേഗം കടങ്ങളൊക്കെ തീർക്കണം, തന്റെ അഞ്ജലി സ്വന്തമാക്കണമെന്നും. പക്ഷെ ഗൾഫിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ സ്വർണം കായ്ക്കുന്ന മരങ്ങളൊന്നും തന്നെ ഇല്ലെന്ന്. പകരം നല്ല ചൂട് കാറ്റ് വീശുന്ന മരുഭൂമികളാണ്. 5 വർഷം താൻ അവിടെ കിടന്ന് ചോര നീട്ടി ഉണ്ടാക്കിയ കാശ് നാട്ടിലേക്ക് അയച്ചു കൊടുത്തു. പഴയ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീടിനു പകരം അവിടെ ഒരു മാളിക തന്നെ പണിതു. അമ്മയ്ക്കും സഹോദരങ്ങൾക്കും പട്ടിണിയിൽ നിന്ന്
ഓരോ സമയത്തും മൂന്നാല് വിഭവമില്ലാതെ ഇറക്കുകയില്ലാന്നുള്ള അവസ്ഥ അഞ്ജലിയുടെ വീട്ടിലും വന്നു. ഒരുപാട് മാറ്റങ്ങൾ. അവളുടെ ചേച്ചിയെ കെട്ടിച്ചു വിട്ടു. അതിന്റെ കടം തീർക്കാനായുള്ള വീടും സ്ഥലവും വിറ്റപ്പോൾ ഒരു വാടക വീട്ടിലേക്ക് മാറി. പിന്നെ അധികം താമസിക്കാതെ അഞ്ജലിയുടെ അച്ഛനും മരണമടഞ്ഞു. ആ സമയത്തൊന്നും നാട്ടിലേക്ക് വരാനും പറ്റിയില്ല. പിന്നെ അവൾ, എന്റെ അഞ്ജലി, ഒരു ജോലിയും ചെയ്ത് ചേച്ചിയെ കെട്ടിച്ച കടങ്ങളും തീർത്ത് സ്വന്തമായ ഒരു കൊച്ചു വീടുണ്ടാക്കി. അതിനൊക്കെ ചെറിയ സഹായങ്ങൾ ഞാൻ ചെയ്തെങ്കിലും ഒന്നും അവൾ സ്വീകരിച്ചില്ല. 5 വർഷങ്ങൾക്ക് ശേഷം ഗൾഫിനോട് വിട പറഞ്ഞു. നാട്ടിലേക്ക് എത്തിയപ്പോഴാണ് സ്വന്തം അനിയന്റെ കല്യാണം തനിക്ക് മുന്നേ നടന്നു എന്ന് പോലും താൻ അറിയുന്നത്. അതോടൊപ്പം അനിയന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് തന്നെ എനിക്കും അവർ കല്യാണം ആലോചിച്ചെന്ന് അറിഞ്ഞപ്പോൾ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം അപ്പോഴേക്കും ഞാനൊരു വണ്ടിക്കാളയ്ക്ക് സമമായെന്ന് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അവരോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ അഞ്ജലിയുടെ കഴുത്തിൽ താലിയും കെട്ടി വീട്ടിലേക്ക് ചെന്നത്. അപ്പോഴേക്കും ഗൾഫിൽ നിന്നും എല്ലാം മതിയാക്കിയാണ് ഞാൻ എത്തിയതെന്ന് അവർക്കും മനസ്സിലായി. ജോലിയും കൂലിയും ഇല്ലാത്ത എന്നെ ഇനി അവിടെ ആവശ്യമില്ലല്ലോ. ചിന്തകൾക്കൊടുവിൽ അവർ കയറിയ കാർ അഞ്ജലിയുടെ വീടിന് മുന്നിൽ നിർത്തി. അഞ്ജലിയുടെ അമ്മയിൽ നിന്ന് തന്നെ അവൾ നിലവിളക്ക് വാങ്ങി അകത്ത് കയറി. ചെറിയൊരു സദ്യ പെട്ടെന്ന് തന്നെ അഞ്ജലിയുടെ അമ്മയും ചേച്ചിയും ചേർന്നൊരുക്കി. കല്യാണ വേഷത്തിൽ അടുക്കളയിലേക്ക് ചെന്ന അഞ്ജലിയെ അവർ ഓടിക്കുന്നത് കണ്ട് അറിയാതെ ചിരി വന്നെങ്കിലും അഞ്ജലിയുടെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഗിരിയുടെ ചുണ്ടിലെ ചിരി മാറി. അവൻ അഞ്ജലിയുടെ ചേച്ചിയുടെ ഭർത്താവുമായി ഭാവി കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. കല്യാണ സദ്യ വിളമ്പിയപ്പോൾ തന്നെ ഗിരിയുടെ പെങ്ങളും ഭർത്താവും കൂടെ അഞ്ജലിയുടെ വീട്ടിലേക്ക് വന്നു. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് സദ്യ കഴിച്ചു. ഒരുപാട് കാലത്തിന് ശേഷം കണ്ട അനിതയും അഞ്ജലിയും വിശേഷം പറഞ്ഞിരുന്നു. പുരുഷന്മാർ മുറ്റത്ത് കൂടി നിന്നു. ഇനി എന്താ അളിയന്റെ പരിപാടി? തിരിച്ചു പോകുന്നുണ്ടോ അതോ ഇവിടെ തന്നെ എന്തെങ്കിലും? അനിതയുടെ ഭർത്താവ് ഗിരിയോട് ചോദിച്ചു. ഒന്നും തീരുമാനിച്ചില്ല, ഗിരി പറഞ്ഞു. അപ്പോഴേക്കും അനിതയും അഞ്ജലിയും കൂടെ അവിടേക്ക് വന്നിരുന്നു. വല്യേട്ടനും നാത്തൂനും ഇടയ്ക്ക് വീട്ടിലേക്ക് ഇറങ്ങ്. ഡി, അത് വേണോ? അമ്മ അറിഞ്ഞാൽ പ്രശ്നമാകും. അനിത പറഞ്ഞു നിർത്തിയതും ഗിരി അവളോട് പറഞ്ഞു. അമ്മയോട് പോകാൻ പറ. കുഞ്ഞേട്ടനും നാത്തൂനും പറയുന്നത് കേട്ട് ഓരോന്നും ചെയ്തു വെച്ചു. അവസാനം രണ്ടും കൂടെ അവിടുന്ന് ഇറക്കി വിടുമ്പോൾ പഠിച്ചോളും. അനിത ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. ഡി, അത് നമ്മുടെ അമ്മയാണ്. എന്തൊക്കെ കാണിച്ചാലും അമ്മ അമ്മയല്ലാതെ ആകുന്നില്ല. ആ, അതൊക്കെ അമ്മയെ ഓർത്താ നല്ലത്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുക അല്ലേട്ടാ. അനിത ഇതും പറഞ്ഞ ഭർത്താവുമായി പുറത്തേക്ക് നടന്നു. എന്നാ പിന്നെ ഇനി ഞങ്ങൾ നിൽക്കുന്നില്ല. ആ, പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഇത്രയും പറഞ്ഞ് ഒരു ചിരിയോടെ അഞ്ജലിയുടെ ചേച്ചിയും ഭർത്താവും ഇറങ്ങി. അവർ പോയതും അഞ്ജലി വീടിനുള്ളിലേക്ക് പോയി. അവളുടെ വസ്ത്രമെല്ലാം മാറി കുളിച്ചു വന്നു. വിളക്ക് വെച്ചു. ഗിരിക്ക് മാറി കൊടുക്കാനായി ഒരു ഡ്രസ്സും എടുത്തു കൊടുത്ത് അവൾ അടുക്കളയിലേക്ക് നടന്നു. രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അമ്മ കൊടുത്ത ഒരു ഗ്ലാസ് പാലുമായി അവൾ മുറിയിലേക്ക് ചെന്നു. അവിടെ നിപ്പോ കട്ടിലിൽ എന്തോ ആലോചനയോടെ ഇരിക്കുകയായിരുന്നു ഗിരി. വലിയ ആലോചനയിലാണല്ലോ. അഞ്ജലി ഗിരിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് ചോദിച്ചതും അവൻ അവളെ ഒന്ന് നോക്കി. എന്താ മാഷെ, എന്നെ കെട്ടണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഗിരിയുടെ മുഖത്തെ ഭാവം കണ്ട് അഞ്ജലി ഒരു ചിരിയോടെ ചോദിച്ചതും അവൻ പറഞ്ഞതും പെട്ടെന്ന് അവളുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു. എന്നെ കെട്ടിയത് കൊണ്ട് ഇത്രയും നാളും അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം പോയില്ലേ? വേണ്ടായിരുന്നു. എല്ലാം എന്റെ കൂടെ തെറ്റാണ്. കൂടെ പോരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്റെ അവസ്ഥ കൂടെ ആലോചിക്കണമായിരുന്നു. എനിക്ക് വിഷമമൊന്നുമില്ല. താലി കെട്ടിയെന്നല്ലേ ഉള്ളൂ. അതിനും ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല. അതെ, നിർത്തിക്കേ. നീ ഇത് എങ്ങോട്ടാ ഈ പറഞ്ഞു പോകുന്നേ? അഞ്ജലി വിഷമത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഗിരി അവളുടെ നേരെ ഇരുന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അല്ല, ഗിരിയേട്ടനല്ലേ പറഞ്ഞേ എന്നെ കെട്ടണ്ടായിരുന്നു എന്ന് തോന്നിയെന്ന്? എന്റെ പൊന്നോ, ഞാൻ അത് നീ ഉദ്ദേശിച്ച അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ നിനക്ക് നല്ലതുപോലെ അറിയാമല്ലോ. നല്ലൊരു ജോലി എന്ന് പോയിട്ട് ഇപ്പോൾ ഒരു ജോലിയുമില്ല. കയ്യിലാണെങ്കിൽ അതിന് പൈസയും ഇല്ല. ഇങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിന്നപ്പോഴാണല്ലോ നിന്നെ കെട്ടേണ്ടി വന്നത്. നിനക്ക് നല്ലൊരു വസ്ത്രം പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും മേടിച്ചു തരാൻ പോലും എന്റെ കയ്യിലൊന്നുമില്ല. ഇപ്പോൾ കണ്ടില്ലേ, ആദ്യ രാത്രി പോലും നിന്റെ വീട്ടിൽ. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുവോ? അയ്യോ, ഇതായിരുന്നു ഇത്രയും വലിയ വിഷമം. ഗിരി പറഞ്ഞത് കേട്ട് നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്റെ മാഷെ, ഈ വീട് എന്റേതെന്ന് എന്തിനാ കാണുന്നത്? ഇന്ന് മുതൽ ഇത് നമ്മുടെ വീടല്ലേ. പിന്നെ ജോലി, ഈ നാട്ടിൽ ഇഷ്ടം പോലെ ജോലിയുണ്ട്. അത് ചെയ്യാനുള്ള മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. പിന്നെ പറഞ്ഞ കാശ്, എനിക്കൊരു ഗ്ലാസ് വെള്ളമല്ല, ഞാൻ പറയുന്ന എന്തും മേടിച്ചു തരാനുള്ള കാശ് ഏട്ടന്റെ അടുത്ത് തന്നെ ഉണ്ട്. അഞ്ജലി ഇത് പറഞ്ഞ് കട്ടിൽ നിന്നും എണ്ണീറ്റ് അലമാരയുടെ അടുത്തേക്ക് ചെന്ന് അതിൽ നിന്നും ഒരു പാസ്ബുക്ക് എടുത്തു. ഗിരിയുടെ കയ്യിൽ കൊടുത്തു. ഏട്ടൻ എന്റെ പേരിൽ അയച്ച കാശ് അതുപോലെ തന്നെ അതിൽ കിടപ്പുണ്ട്. ഒരു രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല. അഞ്ജലി പറഞ്ഞത് കേട്ട് ഗിരി അവളെ അത്ഭുതത്തോടെ നോക്കി. ഇതിങ്ങനെയൊക്കെ നടക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ കാണുന്നതല്ലായിരുന്നോ ഏട്ടന്റെ അനിയനെയും അമ്മയെയും? അന്ന് ഞാൻ ഗിരിയേട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ വിശ്വസിച്ചില്ല.
എന്നിട്ട് ഇപ്പോൾ എന്തായി? അഞ്ജലി ചോദിച്ചത് കേട്ട് ഗിരിയുടെ മുഖം കാണും. ഗിരിയേട്ടനെ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നതോടൊപ്പം നമുക്ക് വേണ്ടിയും ജീവിക്കണം. അല്ലെങ്കിൽ അവസാനം ആരും ഒന്നും കൂടെ കാണില്ല. അപ്പോൾ നീയും കാണില്ലേ? അഞ്ജലി പറഞ്ഞത് കേട്ട് ഗിരി അവളോട് ചോദിച്ചതും അവൾ അവന് നേരെ ചുണ്ടു പൊറപ്പിച്ചു നോക്കി. ആ, ഞാനും കാണില്ല. അതുകൊണ്ടാണല്ലോ അന്ന് അയച്ച പണമെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചത്. അഞ്ജലി ഇതും പറഞ്ഞ് കട്ടിലിൽ കയറി തിരിഞ്ഞു കിടന്നു. അത് കണ്ടതും ഗിരിക്ക് ചിരി വന്നു. അവൻ ലൈറ്റ് അണച്ച് അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. എന്നെ തുടരുത്. അവളെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയതും അവൾ പറഞ്ഞു, എന്താ മോളെ, ഇനി നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? അപ്പോൾ കെട്ടിപ്പിടിക്കാതെ എങ്ങനെയാ? സ്വന്തമായിട്ട് വീടും ഒരു ജോലിയും ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചാൽ മതി. മോളെ, അത് ഞാൻ ചുമ്മാ ഒരു പഞ്ചിന് വേണ്ടി. ഒരു പഞ്ചിനില്ല, എല്ലാം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ട് മതി. പിന്നെ എന്നെ എങ്ങാനും തൊട്ടാൽ ഞാൻ ഇവിടെ കിടന്ന് ഒച്ച വെക്കും. അഞ്ജലി ഇത് പറഞ്ഞു തീർന്നു. തനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് വിചാരിച്ച് പഞ്ച് ഡയലോഗ് പറയാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചുകൊണ്ട് ഗിരിയും നേരെ കിടന്നു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അതും പറഞ്ഞ് ഗിരി ബാങ്ക് മാനേജർക്ക് കൈ കൊടുത്തു. ഓക്കെ. ആ, പിന്നെ നിന്റെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. ഒരു ദിവസം മിസ്സിസുമായി വീട്ടിലേക്ക് ഇറങ്ങാൻ ബാങ്ക് മാനേജർ ഗിരിയോട് പറഞ്ഞതും അതെന്തായാലും ഇറങ്ങിയിരിക്കും. ഞാൻ നിന്റെ ഭാര്യയും കണ്ടിട്ടില്ലല്ലോ. നിന്റെ പഴയ ചില ചുറ്റിക്കളികൾ അവളോട് പറയാനുണ്ട്. ഗിരി ഒരു ചിരിയോടെ പറഞ്ഞു. പൊന്നളിയ, ചതിക്കരുത്. ഞാൻ ജീവിച്ചു പൊക്കോട്ടെ. എങ്കിൽ ശരി. അല്ല, ഇനി എന്താ നിന്റെ പരിപാടി? തിരിച്ചു പോകുന്നില്ല എന്ന് ഉറപ്പിച്ചോ? ഇനി ഒരു തിരിച്ചുപോക്കില്ല. എന്തെങ്കിലും ഒരു ബിസിനസ് നോക്കണം. ടൗണിൽ ഒരു കടമുറി നോക്കി വെച്ചിട്ടുണ്ട്. നീ കൂടി സഹായിക്കുവാണെങ്കിൽ നല്ലൊരു പരിപാടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഗിരി ബാങ്ക് മാനേജറോട് പറഞ്ഞു. എന്റെ എന്ത് സഹായം? ലോണോ? ഉറപ്പ് പറയുന്നില്ല, എങ്കിലും ഞാൻ ശ്രമിക്കാം. നീ ശ്രമിക്കാന്ന് പറഞ്ഞാൽ തന്നെ അത് ഓക്കെ ആടാ. ബാങ്ക് മാനേജർ പറഞ്ഞത് കേട്ട് ഗിരി ഒരു ചിരിയോടെ പറഞ്ഞത്. കൂടുതൽ സൂചിപ്പിക്കാതെ മോൻ ചെല്ലാൻ നോക്ക്. കല്യാണം കഴിഞ്ഞ് അധികം ദിവസമൊന്നും ആയില്ലല്ലോ. മോൻ വേഗം ചെന്ന് കുടുംബത്തിൽ കയറ്. ബാങ്ക് മാനേജർ പറഞ്ഞതും ഗിരി അവനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ടൗണിൽ വെച്ച് ഗിരി അമ്മയെയും അനിയനെയും കണ്ടെങ്കിലും അവർ അവനെ കണ്ട ഭാവം നടിക്കാതെ അവിടെ നിന്നും പോയി. അത് കണ്ട് ഗിരിക്ക് അല്പം വിഷമമായെങ്കിലും അവൻ അടുത്ത് കണ്ടൊരു ഓട്ടോ വിളിച്ചു. ആ ഓട്ടോ ചെന്ന് നിന്നത് ടൗണിൽ നിന്നും അല്പം മാറി ഗിരിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പുതിയതായി പണി നടക്കുന്ന ഒരു 2 നില വീടിന്റെ സൈറ്റിലേക്കായിരുന്നു. ഓട്ടോയ്ക്ക് കാശും കൊടുത്തവൻ ആ വീട്ടിലേക്ക് ചെന്നു. ആ, ആരിത്? ഗിരിയോ? താൻ നാട്ടിൽ വന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. ഗിരിയെ കണ്ടതും പരിചയഭാവത്തിൽ ഒരാൾ അവന് മുന്നിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അത് മാത്രം അറിഞ്ഞോളോ? വേറൊന്നും അറിഞ്ഞില്ലേ? ഗിരി ചോദിച്ചതും അഞ്ജലിയെ കെട്ടിയത് കൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ? നീ ചെയ്തത് ഒരു കണക്കിന് നല്ല കാര്യം തന്നെയാണ്. അഞ്ജലിയെ പോലെ ഒരു പെണ്ണിനെ ആരും മോഹിക്കും. പക്ഷെ അതിനവർ നിന്നെ ഇറക്കി വിട്ടത് ശരിയായില്ല. ഒന്നിലേയും നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടല്ലേ? അയാൾ അവനോട് പറഞ്ഞതും അതൊക്കെ വീട്. ഞാനൊരു കാര്യം പറയാനാ വന്നത്. ഇതും പറഞ്ഞ് ഗിരി തന്റെ ആവശ്യം അയാളെ അറിയിച്ചു. ഈ വീടിന്റെ പണി 1 മാസം കൂടെ കാണും. അത് കഴിഞ്ഞ് ഒരാഴ്ചത്തേക്ക് ഞാനും എന്റെ പണിക്കാരും ഫ്രീ ആണ്. അപ്പോഴത്തേക്ക് പോരെ? ഗിരി പറഞ്ഞത് കേട്ട് അയാൾ പറഞ്ഞു. അത് മതി, വലിയ പണിയൊന്നും കാണത്തില്ല. ഒരു 3 പേര് വന്നാൽ 2 ദിവസം കൊണ്ട് ആ പണി തീരും. ഞാൻ പിന്നെ നമ്മുടെ അശോകനോട് ഒരു ലോണിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതും അപ്പോഴത്തേക്കേ ആവൂ. ഗിരി അയാളോട് പറഞ്ഞു. എങ്കിൽ ഡബിൾ ഓക്കെ. നീ എന്നാ ചെല്ല്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇല്ലെങ്കിൽ അവിടെ പണിയൊന്നും നടക്കില്ല. എങ്കിൽ ശരി, നമുക്ക് വൈകിട്ട് കൂടാം. അതിന് നിന്റെ ഭാര്യ സമ്മതിക്കുവോ? അതൊന്നും കുഴപ്പമില്ല. ശരി, ഞാൻ വിളിക്കാം. ഇതും പറഞ്ഞ് ഗിരി അവിടെ നിന്നും അഞ്ജലിയുടെ വീട്ടിലേക്ക് പോയി. ഏട്ടൻ വന്നോ? ഊണെടുക്കട്ടെ? ഗിരി വീട്ടിലേക്ക് വന്നതും അവനെ കണ്ട അഞ്ജലി അവനോട് ചോദിച്ചു. എടുത്തോ, ഞാൻ ഇന്ന് ഫ്രഷായി വരാം. അതും പറഞ്ഞ് ഗിരി മുറിയിലേക്ക് പോയി. ശേഷം ഡ്രസ്സും മാറി ഒരു തോർത്തും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. അല്പസമയം കഴിഞ്ഞതും കുളി കഴിഞ്ഞ് ഗിരി തിരിച്ചു വീട്ടിലെത്തി. ഊണ് കഴിക്കാനിരുന്നതും അഞ്ജലി ഭക്ഷണം വിളമ്പി. ഇതെന്താടാ നീ തലയൊന്നും ശരിക്കും തോർത്താത്തെ? ഇതും പറഞ്ഞ് അഞ്ജലിയുടെ അമ്മ ഒരു തോർത്തുമായി വന്ന് അവന്റെ തല തോർത്തി കൊടുത്തു. ഇപ്പോൾ ഗിരിയേട്ടന്റെ സ്ഥാനത്ത് ഞാനെങ്ങാണമായിരുന്നേ എന്റെ ചെവി പൊന്നാക്കിയാലേ ഈ അമ്മ. എന്നിട്ട് മരുമോന്റെ തല തോർത്തി കൊടുക്കുന്നു. കുറച്ച് പൊടി കൂടി വാരിയിട്. ഗിരിയുടെ തല തോർത്തുന്ന അമ്മയെ കണ്ട് അഞ്ജലി ചുണ്ടു കൂട്ടിക്കൊണ്ട് പറഞ്ഞു. നീ പൊടി, ഇവനും എന്റെ മോൻ തന്നെയാ. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ. ഗിരി ഇതും പറഞ്ഞ് അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഞ്ജലിയെ നോക്കി കോപ്പി കാട്ടി. അതും കണ്ട് അവൾ അവനെ പുച്ഛത്തോടെ നോക്കി. മോൻ ഭക്ഷണം കഴിഞ്ഞ് എന്നെ വന്നൊന്ന് കാണണേ. ഇതും പറഞ്ഞ് അഞ്ജലിയുടെ അമ്മ അവരുടെ മുറിയിലേക്ക് പോയി. അഞ്ജലി ഗിരിക്ക് ഭക്ഷണം വിളമ്പി. നിങ്ങൾ കഴിക്കുന്നില്ലേ? അഞ്ജലി തനിക്ക് മാത്രം ഭക്ഷണം വിളമ്പുന്നത് കണ്ട് ഗിരി ചോദിച്ചു. ഏട്ടൻ ആ ക്ലോക്കിലേക്കൊന്ന് നോക്കിയേ. മണി 3 കഴിഞ്ഞു. ഞങ്ങൾ ഉച്ചഭക്ഷണം 2 മണിക്ക് മുന്നേ കഴിച്ചിരിക്കും. ആദ്യം സമയമൊന്നും നോക്കുകയല്ലായിരുന്നു. പിന്നെ പണിക്ക് പോകാൻ തുടങ്ങിയ ശേഷം കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കണം. പിന്നെ അതൊരു ശീലമായി. അവൾ പറഞ്ഞു നിർത്തിയതും ഗിരി കഴിക്കുന്നത് നിർത്തി അവളെ തന്നെ നോക്കിയിരുന്നു. ഏട്ടൻ കഴിക്ക്, ഞാൻ പെട്ടെന്ന് എന്തോ. പിന്നെ ഈ മാമ്പഴ പുളിശ്ശേരി ഞാൻ ഉണ്ടാക്കിയതാ. ഏട്ടന്റെ ഫേവറേറ്റ് കറിയല്ലേ, എങ്ങനെയുണ്ടെന്ന് പറ. അവൾ പെട്ടെന്ന് വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു. ശേഷം അവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു.
ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഗിരി അഞ്ജലിയുടെ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. അമ്മ എന്താ കാണണമെന്ന് പറഞ്ഞേ? ഗിരി അമ്മയോട് ചോദിച്ചതും അവ ഒരു കവർ എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തു. എന്താ അമ്മ ഇത്? നീ തുറന്നു നോക്ക്. അമ്മേ, ഇത് ആ കവറിനുള്ളിൽ ഇരിക്കുന്ന വീടിന്റെ ആധാരം കണ്ട് അവൻ ചോദിച്ചു. വീടിന്റെ ആധാരമാണ്, മോളുടെ പേരിലുള്ളതാ. നീ ഇത് വെച്ച് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുമോ എന്ന് നോക്ക്. തികഞ്ഞില്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം. ആ അമ്മ അവനോട് പറഞ്ഞതും അവന്റെ കണ്ണുകൾ നിറഞ്ഞു. സ്വന്തം അമ്മ വീട്ടിൽ നിന്ന് മാറ്റി ഇറക്കിയ തനിക്ക് ഭാര്യയിലൂടെ മറ്റൊരു അമ്മയുടെ സ്നേഹം കിട്ടിയിരിക്കുന്നു. പിന്നെ അമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ചു ആ ആധാരവുമായി പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ അവിടെ നിറ കണ്ണുകളുമായി അഞ്ജലിയും നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് അവളെ കൂട്ടി അവൻ മുറിയിലേക്ക് കയറി. ഞാൻ ഭാഗ്യവാനല്ലേ, ഒരമ്മയുടെ സ്നേഹം നഷ്ടപ്പോൾ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരു അമ്മയെയും ഭാര്യയെയും കിട്ടി. ഗിരി അഞ്ജലിയോട് പറഞ്ഞതും അവൾ വന്ന് അവന്റെ നെഞ്ചോരം ചേർന്ന് നിന്നു. ദാ, ഇത് നീ എടുത്ത് അലമാരയിൽ വെച്ചേക്ക്. ആദരം അവൾക്ക് നീട്ടിക്കൊണ്ട് ഗിരി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. ബിസിനസിന് വേണ്ടിയുള്ള എല്ലാ കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ലോണും. പിന്നെ ഇത് അമ്മ എനിക്ക് നേരെ വെച്ച് നീട്ടിയപ്പോൾ വാങ്ങാതിരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് മേടിച്ചതേ ഉള്ളൂ. തൽക്കാലം ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ, അമ്മ അറിയണ്ട. ഗിരി ഇത് പറഞ്ഞതും അവൾ അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. അത് കണ്ട് ഒരു ചിരിയോടെ അവനും അവളെ ചേർത്ത് പിടിച്ചു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ഗിരി രാത്രിയിൽ വീട്ടിലേക്ക് കയറി വന്നത് കുറെ കവറുകളുമായിട്ടാണ്. അഞ്ജു, അമ്മേ, ഇതെന്താ ഏട്ടന് ലോട്ടറി വല്ലതും അടിച്ചോ? ഗിരി വിളിച്ചത് കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന അഞ്ജലി ഗിരിയുടെ കയ്യിലെ കവറുകൾ കണ്ടുകൊണ്ട് ചോദിച്ചു. ആ, ഒരു ലോട്ടറി അടിച്ചു എന്ന് തന്നെ നീ കരുതിക്കോ. ദാ, നിനക്കും അമ്മയ്ക്കും ഉള്ളതുണ്ട്. നാളെ ഇത് വേണം രണ്ടുപേരും ഇടാൻ. പിന്നെ രണ്ടുപേരും നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടോന്ന് പറ, ഇല്ല ഇപ്പൊ തന്നെ പോയി മാറ്റിയെടുക്കാം. ഗിരി കവർ അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അഞ്ജലി ആ കവറുകൾ വാങ്ങി നോക്കിയതും അഞ്ജലിക്ക് പച്ചയും ചെറിയ ഗോൾഡൻ വർക്കുള്ള ഒരു പട്ടുസാരിയും അമ്മയ്ക്കായി ഒരു മുണ്ടും നേരിയതുമായിരുന്നു. അതുകൂടാതെ അവർക്ക് രണ്ടുപേർക്കുമായി വേറെയും ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. ഇഷ്ടമായ അമ്മേ, എന്റെ മോൻ മേടിച്ചു തന്നതല്ലേ, അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കുവോ? അമ്മ ഇതും പറഞ്ഞ് ഗിരിയെ ചേർത്ത് പിടിച്ചു. ഏട്ടാ, ഒന്ന് വന്നേ. അഞ്ജലി ഗിരിയോട് പറഞ്ഞ ശേഷം അവളുടെ കയ്യിലെ കവറുകളുമായി മുറിയിലേക്ക് കയറി. എന്താ ഏട്ടാ ഇതൊക്കെ? ഗിരി മുറിയിലേക്ക് കയറിയതും മുറിയുടെ വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് അഞ്ജലി ചോദിച്ചു. ഇത് ഡ്രസ്സല്ലേ? അതല്ല, കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു ഏട്ടൻ എന്തൊക്കെയോ മാറ്റങ്ങൾ. പല ദിവസവും ഏട്ടൻ എവിടേക്കോ പോകുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, ഒന്നും ചോദിച്ചാലും പറയില്ല. ഇനിയെങ്കിലും പറ, ഏട്ടൻ എവിടേക്കാ എന്നും പോകുന്നത്? ഏട്ടൻ എന്താ ചെയ്യണേ? എനിക്ക് എനിക്കെന്താ പേടി തോന്നുന്നു ഗിരിയേട്ടാ. ഏട്ടൻ എന്നിൽ നിന്നും അകലുവാണോ എന്ന് അഞ്ജലി അവനോട് പറഞ്ഞതും അത് കേട്ട് ഗിരി അവളുടെ മുഖത്തോട് തന്നെ നോക്കി നിന്നു. ശേഷം അവൻ അഞ്ജലിയെ തന്നോട് ചേർത്ത് പിടിച്ചു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുളച്ചു കളഞ്ഞു. നിന്നെ വിട്ട് ഞാൻ എങ്ങും പോകില്ല മോളെ. പിന്നെ ഇത്രയും ദിവസം ഞാൻ എവിടേക്കാ പോയതെന്നുള്ളതിന്റെ ഉത്തരം എന്തായാലും ഇത്രയും ആയില്ലേ. ഇന്നൊരു ദിവസം കൂടെ നീ ക്ഷമിക്ക്, നാളെ രാവിലെ നിന്നോട് ഞാൻ പറയാം. ഇപ്പോൾ നല്ല ക്ഷീണം, ഒന്ന് ഉറങ്ങണം. ഗിരി ഇതും പറഞ്ഞ് അഞ്ജലിയെ വിട്ട് അവന്റെ ഡ്രസ് മാറി കട്ടിലേക്ക് കിടന്നു. അവന്റെ ആ കിടപ്പ് കണ്ട് ഒരു നിമിഷം അവൾ അവനെ തന്നെ നോക്കി നിന്നു. പിന്നെ കണ്ണുകൾ തുടച്ച് മുറുക്കി പുറത്തേക്ക് ഇറങ്ങി. രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും ഗിരി ചെന്നില്ല. അതും അഞ്ജലിയിൽ ചെറിയ വിഷമം നിറച്ചു. അവൾ ഗിരിയുടെ കൂടെ കട്ടിലിൽ ഓരോന്ന് ആലോചിച്ചു കിടന്നു. പുലർച്ചെ എപ്പോഴും ഉറങ്ങി. രാവിലെ അഞ്ജലി ഉണർന്നു നോക്കുമ്പോൾ അടുത്ത് ഗിരി ഉണ്ടായിരുന്നില്ല. അത് കണ്ട് പെട്ടെന്ന് അവൾ എന്നിട്ട് മുറുക്കി പുറത്തിറങ്ങി. ഹോളിലും വെളിയിലും ഗിരിയെ നോക്കിയെങ്കിലും അവിടെയൊന്നും ഗിരിയെ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അത് അവളിൽ ചെറിയൊരു പേടി നിറച്ചു. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ, ഗിരിയേട്ടനെ കണ്ടോ? അവൾ തന്റെ പേടി അടക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ലല്ലോ, അവൻ മുറിയുന്നില്ലേ? അമ്മ കൂടെ പറഞ്ഞപ്പോൾ അവൾ വേഗം മുറിയിലേക്ക് വന്നു. അവളുടെ ഫോൺ എടുത്ത് ഗിരിയുടെ ഫോണിലേക്ക് വിളിച്ചു. കോൾ പോകുന്നുണ്ടെങ്കിലും ഗിരി ഫോൺ എടുത്തില്ല. അവൾ വീണ്ടും വീണ്ടും വിളിച്ചെങ്കിലും അവൻ കോൾ എടുത്തതിനില്ല. അത് കണ്ടതും ഗിരിക്ക് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. അവൾ കരച്ചിലോടെ നിലത്തേക്കിരുന്നു. മോളെ, മോളെ, എന്ത് പറ്റി? ഗിരി എന്തേ? അഞ്ജലിയുടെ കരച്ചിലും ഇരിപ്പും കണ്ട് അവിടേക്ക് വന്ന അമ്മ പേടിയോട് അവളോട് ചോദിച്ചു. എനിക്കറിയില്ലമ്മേ, ഏട്ടൻ എന്നോട് പറഞ്ഞില്ല. ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. അവൾ കരച്ചിലോട് അമ്മയോട് പറഞ്ഞതും വീട്ടുമുറ്റത്ത് ഒരു ഓട്ടോ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട അവൾ പെട്ടെന്ന് കണ്ണു തുടച്ചുകൊണ്ട് മുൻവശത്തേക്ക് ഓടി. വീടിന് മുന്നിലേക്ക് എത്തിയപ്പോഴേക്കും ചിറ്റേന്ന് വിളിച്ച അഞ്ജലിയുടെ ചേച്ചിയുടെ മോള് വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവൾക്ക് പുറകെ അഞ്ജലിയുടെ ചേച്ചിയും ഭർത്താവിന്റെ വീട്ടുകാരും ഉണ്ടായിരുന്നു. എന്താ എന്താ എല്ലാരും കൂടെ പെട്ടെന്ന്? അഞ്ജലി അവരെ കണ്ടതും പേടിയോടെ ചോദിച്ചു. ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത എന്തോ കാര്യം അവൾ പറയാൻ പോകുന്നത് ആരോ അവളോട് പറയും പോലെ അവൾക്ക് തോന്നി. നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, പെട്ടെന്ന് എല്ലാരെയും കണ്ടപ്പോ ഞാൻ. അപ്പോൾ ഗിരി ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ഗിരി ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. എല്ലാവർക്കുമുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ടാണ് അവൻ വന്നത്. കൂട്ടത്തിൽ എല്ലാവരും ഇന്ന് ഇവിടേക്ക് വരാനും പറഞ്ഞിരുന്നു. അഞ്ജലിയുടെ ചേച്ചി അവളോട് പറഞ്ഞതും അവൾ ഒരു നിമിഷം ഞെട്ടി നിന്നു. അപ്പോഴേക്കും മുറ്റത്തൊരു കാർ കൂടെ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും മുറ്റത്തേക്ക് നോക്കി.
കാറിൽ നിന്നും ഗിരിയുടെ അനിയത്തിയും ഭർത്താവിന്റെ വീട്ടുകാരും കൂടെ ഇറങ്ങി. അവരെ കണ്ടതും അഞ്ജലി അവരുടെ അടുത്തേക്ക് ഓടി. ഇതെന്ത് കോലമാടി, ഇവിടെ ആരും കുടിക്കാനും കഴിക്കാനും ഒന്നും തന്നില്ലേ? അഞ്ജലിയെ കണ്ടതും ഗിരിയുടെ പെങ്ങൾ അനിത ചോദിച്ചു. അനിത, ഗിരിയേട്ടൻ എന്തേ? അഞ്ജലിയുടെ ചോദ്യവും ഭാവവും അനിതയെയും ഭർത്താവിനെയും ചെറുതായി ഒന്ന് പേടിപ്പിച്ചു. അവർ മുഖത്തോട് മുഖം നോക്കി. അനിത, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്റെ ഗിരിയേട്ടൻ എവിടെയെന്ന്? അഞ്ജലി അനിതയെ പിടിച്ചുലച്ചുകൊണ്ട് ചോദിച്ചതും പുറത്തെ ശബ്ദം കേട്ട് വീടിനുള്ളിൽ ഉണ്ടായിരുന്നവരും പുറത്തേക്ക് ഇറങ്ങി വന്നു. അഞ്ജു, വല്യേട്ടൻ, ഏട്ടൻ എവിടെ ഇല്ലേ? അഞ്ജലി ചോദിച്ചത് കേട്ട് അനിത ചോദിച്ചു. അനി, എന്റെ ഗിരിയേട്ടന് എന്തോ സംഭവിച്ചിട്ടുണ്ടത്. നിങ്ങൾക്കത് പറയുകയും ചെയ്യാം. പ്ലീസ് ടീ, എന്നോട് പറ, എന്റെ ഏട്ടന് എന്നാ പറ്റിയതെന്ന്. അഞ്ജലി കരച്ചിലോടെ ചോദിച്ചതും എല്ലാവരും ഒരു നിമിഷം ഞെട്ടി അഞ്ജലിയെ നോക്കി. അഞ്ജു, ഏട്ടൻ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു, എല്ലാവർക്കുമുള്ള ഡ്രസ്സുമായി. എന്നിട്ട് ഇന്ന് രാവിലെ എല്ലാവരും ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ട് ഏട്ടൻ ഇന്നലെ അവിടെ നിന്നും ഇറങ്ങിയത്. എന്താ കാര്യമെന്ന് ചോദിച്ചിട്ട് ഏട്ടനൊന്നും പറഞ്ഞില്ല. എല്ലാം ഇന്ന് നേരിൽ കാണാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ല, വല്യേട്ടൻ ഇവിടെ ഇല്ലേ? അഞ്ജലി ചോദിച്ചത് കേട്ട് അനിത പറഞ്ഞതും എല്ലാവരും സംശയത്തോടെ പരസ്പരം നോക്കി. അപ്പോഴേക്കും ഒരു വാഹനം അഞ്ജലിയുടെ വീടിന് മുന്നിലേക്ക് വന്നു. തുടരും.